ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തൻ്റെ ജനത്തിൻ്റെ ദുസ്ഥിതി കണ്ട പ്രവാചകനായ ദാനിയേൽ രുചികരമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒഴിവാക്കി തുടർച്ചയായ 21 ദിവസങ്ങൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നടത്തിയ ദൈവകരുണയുടെ പ്രാർത്ഥനയാണല്ലോ ദാനിയേൽ ഫാസ്റ്റ്. ഈ വർഷം കാലഘട്ടത്തിൻ്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന കാർലോസ് അക്യൂറ്റസിൻ്റെ തിരുനാൾ ദിനമായ ഒക്ടോബർ മാസം 12-ാം തീയതി ആരംഭിച്ച് നവംബർ 1-ന് സകല വിശുദ്ധരുടെയും തിരുനാളിൽ സമാപിക്കുന്ന ഈ 21 ദിവസത്തെ ആ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഈശോയുടെ നാമത്തിൽ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ആണ്ടിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, കുടുംബങ്ങളുടെ നവീകരണം. കുടുംബങ്ങളെ നമ്മൾ ഈശോയുടെ മുമ്പിലേക്ക് ഉയർത്തി ധാരാളമായി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും. രണ്ടാമതായി, തിരുസഭയുടെ വിശുദ്ധീകരണം. ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന വ്യക്തികൾ സൂക്ഷിക്കേണ്ട പ്രാർത്ഥനാക്രമത്തെക്കുറിച്ചും ഭക്ഷണക്രമത്തെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ആദ്യമായി, പ്രാർത്ഥനാക്രമങ്ങൾ. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഒന്നാമതായി, തുടർച്ചയായി 21 ദിവസങ്ങൾ എല്ലാ ദിവസവും, സാധിക്കുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകാരാവുക, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക. രണ്ടാമതായി, 15 മിനിറ്റിൽ കുറയാതെ ദൈവവചനം വായിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും വചന വായന പദ്ധതിയിൽ ഇപ്പോൾ തന്നെ പങ്കുകാരാണെങ്കിൽ തീർച്ചയായും അത് സൂക്ഷിച്ചാൽ മതിയാകും. അല്ലാത്തവർ യോഹന്നാൻ്റെ സുവിശേഷം 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ ഏതെങ്കിലും സമയം കണ്ടെത്തി എല്ലാ ദിവസവും 15 മിനിറ്റ് സമയം വായിക്കാനായിട്ട് എടുക്കുക. മൂന്നാമതായി, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 19-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും 21 പ്രാവശ്യം മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച് ആചാരം ചെയ്ത് വീണ്ടും എഴുന്നേറ്റ്, വീണ്ടും മുട്ടുകുത്തി, വീണ്ടും എഴുന്നേറ്റ്, അങ്ങനെ 21 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നു. നാലാമതായി, ഒരു ജപമാല നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ തലമുറയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. അഞ്ചാമതായി, ഷാലോം TV പ്രക്ഷേപണം ചെയ്യുന്ന ഡാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ഇത് ഒരു ആരാധനയാണ്, ഒരു വചന ശുശ്രൂഷയുമാണ്, പ്രാർത്ഥനയുമാണ്. ഈ അരമണിക്കൂറിൽ താഴെയുള്ള ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുകാരാവുക. എല്ലാ ദിവസവും 3 സമയങ്ങളിലായി, പ്രഭാതത്തിൽ 5:30, ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 9:30. ഇങ്ങനെ 3 സമയങ്ങളിലായി ഈ ശുശ്രൂഷയിൽ ഏതെങ്കിലും സമയം കണ്ടെത്തി നിങ്ങൾ പങ്കുകാരാകാനായിട്ട് ശ്രമിക്കുമല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രാർത്ഥനാക്രമം. ഇനി ഭക്ഷണക്രമം. പ്രവാചകനായ ദാനിയേൽ രുചികരമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒഴിവാക്കിയതുപോലെ തന്നെ നമ്മൾ ഈ ദൈവകരുണയുടെ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ചില ഭക്ഷണക്രമങ്ങൾ സൂക്ഷിക്കുന്നു. ഒന്നാമതായി, മാംസാദികൾ ഒഴിവാക്കുന്നു, മുട്ട ഒഴിവാക്കുന്നു, പാലും പഞ്ചസാരയും അതുപോലുള്ള പഞ്ചസാരയുടെ രുചികരമായ ഉൽപ്പന്നങ്ങളും നമ്മൾ ഒഴിവാക്കുന്നു. ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കണം. മറ്റൊന്ന്, ഈ ദിവസങ്ങളിൽ കൂടുതലായി പ്രാർത്ഥിക്കുന്നതിൻ്റെയും ദൈവത്തിൻ്റെ തിരുമുമ്പിലായിരിക്കുന്നതിൻ്റെ അടയാളമായി മിനിമം ഭക്ഷണം കഴിച്ച് നിങ്ങൾ കൂടുതൽ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥനയിലായിരിക്കാനായിട്ട് ശ്രമിക്കണം. ഡിജിറ്റലായി നമ്മൾ നിരന്തരം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് ഏതാനും സമയത്തേക്ക് നോ പറയുകയാണ് ഏറ്റവും ക്ലേശകരം. അതുകൊണ്ട് ഒരുതരം ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, നമുക്കറിയാം മുഴുവൻ സമയത്തേക്ക് അത് ഒഴിവാക്കുക എളുപ്പമല്ല. വളരെ അപ്പോയിൻറ്റഡ് ആയ സമയങ്ങളിൽ മാത്രം, മിനിമം സമയങ്ങളിൽ മാത്രം ഇത് ഉപയോഗിക്കുകയും ബാക്കി സമയങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. ഇവിടെ പങ്കുവെക്കുന്ന ടെലിഫോൺ നമ്പറുകളിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലായിരുന്ന് 1000-ഓളം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന വ്യക്തികൾ നിങ്ങൾ അയക്കുന്ന നിയോഗങ്ങളുമായി ബന്ധപ്പെട്ട് അവ സാധ്യമാകേണ്ടതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഈ 21 ദിവസങ്ങൾ 21 അൾത്താരകളിൽ വിശുദ്ധ കുർബാനകൾ അർപ്പിച്ച് നിങ്ങൾ നിയോഗങ്ങൾ സാധ്യമാകാനായി പ്രാർത്ഥിക്കും. തീർച്ചയായും ദൈവം നമ്മെ ഓരോരുത്തരെയും സന്ദർശിക്കുന്ന ദിവസങ്ങളായി ഇത് മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.